വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും നടക്കില്ല. നമ്മള് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറെ സമയം പോവാണ്. അത് കളയും, ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഫോട്ടോ. പള്ളിയിലത്തെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. എല്ലാരും കൂടെ ഏഞ്ചലിനെ നോക്കി ചിരിച്ചേ. നല്ല റോഡ് അല്ലേ? ഹലോ, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമ്മള് കുറെ നാളത്തെ നമ്മുടെ ഒരു ആഗ്രഹമാണ് വെഡ്ഡിങ് വ്ളോഗ്സ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ആലോചിച്ച് തുടങ്ങിയിട്ട് എനിക്ക് തോന്നണ ഒത്തിരി നാളുകളായി അതിങ്ങനെ മാറ്റി വെച്ച് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 17-ാം തീയതി. ലോകത്തിലെ എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ ആൾക്കാരും കല്യാണം കഴിക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങമാസത്തിലെ ആദ്യത്തെ സൺഡേ. സോ നമ്മൾ ഇന്ന് വർക്കിന് വന്നിട്ടുള്ളത് അങ്കമാലിയിലാണ്. സെബാസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഏഞ്ചലീനയുടെയും വർക്കാണ്. അവരുടെ വെഡ്ഡിങ് ആണ് ഇന്ന്. സോ ഈ ഒരു വെഡ്ഡിങ് നമ്മൾ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഇത് തിരക്കായിട്ട് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. പക്ഷെ ഒരു ബ്ലോക്കും ഉണ്ടായില്ല, വളരെ സ്മൂത്തായിട്ട് ഇവിടെ എത്തി. സോ ഇപ്പം സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പോൾ നമ്മൾ ആ ഒരു 5:30-5:45 എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ആദ്യം തന്നെ കപ്പിൾ ഷൂട്ടാണ്. അപ്പോൾ ബ്രൈഡിൻ്റെ സിംഗിള്, പിന്നെ കപ്പിൾസ്, ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ എടുത്ത് വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കപ്പിൾ വരാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു 7:30-8 മണിയോട് കൂടിയിട്ട് നമ്മുടെ കപ്പിൾ സിംഗിൾ സാധനങ്ങളൊക്കെ എടുക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു വെഡ്ഡിങ് പരിപാടി എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാനായിട്ടുള്ള ഒരു വ്ളോഗാണ്. സോ എൻജോയ് ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പ്ലാനുകളിൽ മാറ്റം വന്നു. രാവിലെ നമ്മൾ കപ്പിൾ ഷൂട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഗ്രൂമിൻ്റെ സൈഡിലുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡിലേ ആണ്. അപ്പോൾ ഡിലേ വന്നപ്പോൾ ആ രാവിലെ കപ്പിൾ ഷൂട്ട് നടത്താം എന്നുള്ള പരിപാടി നടക്കില്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ നേരെ ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രൈഡിൻ്റെ വീട്ടിൽ പോയിട്ട് ഇനി ബ്രൈഡിൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രൂമിൻ്റെ സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂമിൻ്റെ സൈഡിലുള്ള സിംഗിൾ ഫോട്ടോസ്, ഇതാണ് പരിപാടി. അപ്പോൾ കല്യാണം അങ്ങനെയാണ്, എപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു വരില്ല. അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇതില് ഇപ്പോ മേക്കപ്പ് ചെയ്യണ ആള് ഡിലേ ആവണോണ്ട് കണ്ട നമ്മളെല്ലാ പരിപാടികളും അതിനനുസരിച്ച് ഇങ്ങനെ മാറുകയാണ്. ഇപ്പൊ നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് രാവിലെ 4 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പോന്നതാണ്. ബ്ലോക്ക് പേടിച്ച് നേരത്തെ ഇറങ്ങിയതാണ്, ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല ഭാഗ്യത്തിന്. അങ്ങനെ 6-6:30 ആയപ്പോൾ 6 മണിക്ക് മുമ്പ് നമ്മൾ അങ്കമാലിയിലെ ലൊക്കേഷനിൽ എത്തിയതാണ്. പക്ഷെ വീണ്ടും സോ പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വെഡ്ഡിങ്ങിന്. പ്ലാൻ ചെയ്യാമെന്ന് മാത്രമല്ല, അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ കുറേ പരിപാടികൾ നമ്മൾ അടിപൊളിയാക്കാൻ പറ്റും. ടൈം സേവിങ് പരിപാടികൾ കുറേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കിനി ഗ്രൂമിൻ്റെ അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ സിംഗിൾ ഷൂട്ട് കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് വർക്ക് നമുക്ക് എങ്ങനെയാണ് പറയണതെന്ന് വെച്ചാൽ, എൻ്റെ അയൽവാസിയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഫെബിനാണ്. ഫെബിൻ എന്ന് പറയുന്നത് ഈ ബ്രൈഡിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. അപ്പം അവനാണ് ഈ വർക്ക് നമ്മളെ വിളിച്ചിട്ട് സെറ്റാക്കുന്നത്. അപ്പോൾ ഫെബിൻ വന്നിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. എൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് പണ്ട്. അങ്ങനെ ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ടും നമ്മുടെ വർക്കിനെ പറ്റിയിട്ടൊക്കെ നല്ല ധാരണയുള്ള ആളും കൂടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മൾ ഈ വർക്കിലേക്ക് എത്തണേ. പിന്നെ ഗ്രൂമിൻ്റെ സൈഡും കൂടിയും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് നമ്മൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും സൈഡ് ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. ഇതേപോലെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും, കുറച്ചുകൂടി ഈസിയാണ് കോർഡിനേറ്റ് ചെയ്യാനൊക്കെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അങ്ങനെയാണ് സെബാസ്റ്റിനിലേക്കും പിന്നെ ഏഞ്ചലീനിലേക്കും നമ്മൾ എത്തുന്നത്. ആദ്യമായിട്ട് സെബാസ്റ്റിനെ കാണുന്ന പ്രീവെഡിനാണ്. പ്രീവെഡ് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അടിപൊളി. കാരണം അന്നും മഴ എന്ന് പറഞ്ഞാൽ ഭീകര മഴയുള്ള ദിവസം. പക്ഷെ ആ പ്രീവെഡിന്റെ ടൈമിൽ മാത്രം നമുക്ക് മഴയൊന്നും ഇല്ലാണ്ട് കുറച്ച് സമയം കിട്ടി. അതിൽ നമ്മൾ കുറച്ച് അടിപൊളി ഫോട്ടോസ് എടുത്തു. ഒരു റെഫറൻസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണെങ്കിലും കുറച്ച് ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ കേരള സ്റ്റൈലിലുള്ള കുറേ ഫോട്ടോസൊക്കെ
ട്രൈ ചെയ്ത്. അവരുടെ കോസ്റ്റ്യൂമും നന്നായിരുന്നു, അതോടൊപ്പം തന്നെ ക്ലൈമറ്റൊക്കെ നന്നായിരുന്നു, ലൊക്കേഷനും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെട്രോത്തല് കുറച്ചും കൂടി ഈസി ആയിരുന്നു, കാരണം തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി. അതും നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെഡ്ഡിങ് ഈവ് അതും അടിപൊളിയായി. DJ പാർട്ടി പരിപാടികളൊക്കെ ആയിട്ട് അതും വേറെ വൈബ്, വേറെ ലെവലായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. ഇന്ന് കല്യാണത്തിലാണ് ഇനി നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇതിന്റെ ഫുൾ കഥകൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോണേന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എല്ലാം അടിപൊളി ആവണം, അതാണ് നമ്മുടെ ആഗ്രഹം. അവരെക്കാളും ഏറ്റവും നന്നായിട്ട് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫോട്ടോഗ്രാഫർമാർ. സോ എല്ലാം അടിപൊളി ആവട്ടെ. ഇതാണ് വലിയ വീടാന്ന് പറഞ്ഞാൽ ഇതാന്ന് തോന്നിട്ട് കണ്ടിട്ട്. ബേബി കുയ്യക്കോസ് അടിപൊളി വീടെന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി തുറന്നിട്ടൊക്കെയല്ല. അതെ, നമ്മൾ ബ്രൈഡിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബ്രൈഡ് മേക്കപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഫെബിൻ കുട്ട, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കണില്ലേ? ബ്ലോക്ക് അവിടെ ചെറിയ ബ്ലോക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ബ്രൈഡ് ഇവിടെ ഉണ്ട്. കിര അതില് റിംഗ് ലൈറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് തുടങ്ങാം. ഹലോ, എന്തായി? അടിപൊളിയാണല്ലോ. ഇത് എന്നിട്ട് മടക്കി ഞാന് മമ്മിയുടെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ മേക്കപ്പ് എവിടെ ചെയ്യണ? ഇവിടെ ആളുണ്ടോ? ആ, ഇത് തൊട്ടപ്പുറത്ത് ഒരു മേക്കപ്പിന്റെ സ്ഥലം ഉണ്ടല്ലോ. ഒരു വൈബില്ല അല്ലേ? അങ്ങോട്ട് പോകണം. അതിലൊരു മണിക്കൂർ. അതിനൊരു ത്രില്ലില്ല. അടുത്തുള്ളത് നമുക്ക് പറ്റില്ല. ഇതിപ്പോ നമ്മള് ഇവിടുന്ന് കാലടിന്ന് അടപ്പള്ളി പോയി മേക്കപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് അങ്ങനെ പറ്റുള്ളൂ. അത് കൊണ്ടുപോകാനുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല? എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ഞങ്ങൾ കഴിച്ചു. അത് നല്ലത്. നമുക്ക് ഇവിടെ അതിന്റെ അകത്തൊക്കെ ആയിട്ട് കുറച്ച് സാധനം എടുക്കാം. എന്തായാലും ഇപ്പൊ കപ്പിൾ പരിപാടി പാളിപ്പോയില്ലേ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. സിംഗിൾ നമുക്ക് പിടിക്കാം. നീ എപ്പോഴാ റെഡി ആവാ? ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിക്കി. അപ്പൊ ഞങ്ങൾ സെറ്റ് ചെയ്യാം. ഞങ്ങൾ കഴിച്ചു. ഞങ്ങൾ അവിടുന്ന് ആര്യാസ് ചെറുതായിട്ട് കഴിച്ചു. അങ്കിളിന്റെ പേരെന്താ? ബേബി. ഇത് വീടിന്റെ ഓക്കെ ശരി. അതല്ലേ 96. ഓ അടിപൊളി. ഇപ്പോഴും ആൾ ഉഷാറാണ്. ഓക്കെ ഇപ്പൊ പരിപാടികൾ നടക്കട്ടെ. അമ്മ വേഗം റെഡിയാക്കും. കഴിച്ചോ? ലിപ്സ്റ്റിക് തൊടാണ്ട് ഇങ്ങനെ വായ ചുണ്ടും മുട്ടാൻ പാടില്ല ഇങ്ങനെ. ക്യാമറ ഇടാം. അതെ, ഞങ്ങക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ബാക്കിലോട്ടൊക്കെ ഇറങ്ങി. ക്രോസ് ചെയ്ത് കുത്താൻ പറ്റുമോ? ഫോട്ടോ എടുക്കണ്ടേ? വല്ല നടക്കോ? ഏയ്, മാമോദീസ കഴിഞ്ഞ ആളുടെ ഫോട്ടോ എടുക്കണ്ടല്ലേ? വലുതായി പോകുന്നേ. വലുതായിട്ട് പിന്നെ മാമോദീസയുടെ ഫോട്ടോ ഉണ്ടാവില്ല. എന്തിട്ട് ഈ പെട്ടിയുടെ ഉള്ളിൽ എത്ര അധികം സാധനങ്ങൾ?
അല്ല അവരെ വീട്ടിൽ കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ആ പെട്ടിയല്ലല്ലോ ഇത്. മറ്റേ ഫോൺ എവിടെ? 16 Pro Max പൊട്ടിച്ചിട്ടില്ലേ ഇപ്പോഴും? ബിസിയാണ്. വാ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഐശ്വര്യമായിട്ട്. ഇവിടെ നിന്ന് നോക്കി ഫോൺ അവിടെ വെച്ചോ. ഫോണിൽ ആകെ സെബാസ്റ്റ്യൻ മാത്രമേ വിളിക്കുള്ളൂ. ഒരു LC കൂടി ബാക്ക് നോക്കിയാൻ പറ്റുമോ? കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോന്നെ. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. തിരിഞ്ഞിട്ട് ആഞ്ചലിൻ സെബാസ്റ്റ്യൻ. ബൊക്കെ വല്ലതും ഉണ്ടോ നമുക്ക്? ഉണ്ട്. ബൊക്കെ ഉണ്ട്. ആ ഇതാണ് ബൊക്കെ. നോക്കൂ, ബൊക്കെ നോക്കൂ. ഇത് ശരിക്കും അമ്മയാണ് ബൊക്കെ തരേണ്ടത്, പക്ഷെ ഇന്ന് ഫോട്ടോഗ്രാഫറാ തരണം. അമ്മേനെ കൊണ്ട് നമുക്ക് കൊടുപ്പിക്കാം. അമ്മ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ. ഓക്കെ, നൈസ്. സ്മൈലേഷ്. കുറച്ചുകൂടി അങ്ങോട്ട് കാണിച്ചത്. ഈ ബൊക്കെ ഇങ്ങോട്ട് തിരിച്ച്, കുറച്ചുകൂടി ഇങ്ങോട്ട് തിരിച്ച് പിടിച്ച്. അങ്ങനെ ഇതാണ്ട, കുറച്ചിങ്ങനെ നീക്കിയാൽ മതി. അങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ നീക്കാം. തിരിക്കണ്ട, നേരെ പിടിച്ച്. മതി. അത് തന്നെ നൈസ്. ക്ലോസ് ആയി വരുന്നുണ്ട്. ഓക്കെ, നൈസ്. സ്മൈൽ. പല്ല് കാണിച്ചിരിച്ചേ. റെഡ് നല്ല പഞ്ചുണ്ട്. അത് തന്നെ. കുറച്ച് ഫേസിലേക്ക് ലൈറ്റ് വേണ്ട, ഹെയർ മാത്രം മതി. ഈ നിന്റെ ലൈറ്റിൻ്റെ പവർ വേണേൽ കുറച്ചോ. ഒരു മിനിറ്റ്. സ്മൈൽ. ഇങ്ങനെ ചരിഞ്ഞ് നോക്കി. ഇവിടെ ക്യാമറയിൽ നോക്കി കേട്ടോ. ഐബോൾ സ്ട്രൈറ്റ് ആക്കി നോക്കിയോ. എൻ്റെ ഇവിടെ കയ്യിൻ്റെ അവിടേക്ക് നോക്കി. അങ്ങനെ ഒന്നോ. മേമ. തന്നെ. നീ മര്യാദക്ക് ഫോട്ടോ എടുക്ക ചക്ക. നീ എന്തൊരു കാണിക്കണേ? ഭീഷണി കേട്ടാ, ഭീഷണി. ഫുഡ് ഭക്ഷണം കഴിച്ചോ? പോയിട്ട് ഫുഡ് പാപ്പു പറയാട്ടോ. അത് വീഴൂ. എടുത്തോ. തലമുട്ടാണ്ട് നോക്കിയോളൂട്ടാ. പുറത്തേക്ക് കൂട്ടോ. കാക്കയുണ്ടോ അവിടെ? കാക്ക. സ്മൈൽ. പറഞ്ഞ കൂടിട്ടാ. ഞാൻ മുകളിലേക്ക് നോക്കി ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു ചിരിച്ചു നോക്കി. ചിരിച്ചോ? ഫേസ് കുറച്ചുകൂടി അപ്പ് ചെയ്തോ. ഇനി ചിരിച്ചോ കൈ വെച്ചിട്ട്. എങ്ങനെ വേണേ ചിരിച്ചോ, നാച്ചുറൽ ആയാൽ മതി. നോക്കി ഇങ്ങനെ ചിരിക്കാം. സാധനമൊക്കെ ചെയ്യാം. ഓക്കെ, 1 2 3 ചെയ്ത് നോക്കിയേ. ഇവിടെ എൻ്റെ ക്യാമറയിൽ നോക്കിയിട്ട്. കൊള്ളാം, അത് അടിപൊളി. ഡൗൺലോഡ് കൊടുത്തേ ബൊക്കയിലേക്ക്. തന്നെ. ബ്യൂട്ടിഫുൾ. കൈ രണ്ട് കൈയും മുകളിൽ വെച്ചേ. അല്ല, താഴത്ത് ലാപ്പ്. അതന്നെ. അപ്പുറത്തെ കൈൻ്റെ മുകളിൽ വെച്ചോ. നൈസ്. അങ്ങനെ വെച്ചോ. ഓക്കെ, വൺ മോർ. ഓക്കെ, സെറ്റ്. ഓക്കെ. ഫോട്ടോ കാണിക്കണ? ഇതൊക്കെ എന്റെ തല. ഒരു മിനിറ്റ്. അയ്യോ,
എന്നുണ്ട് കള്ളം. അയ്യോ ഓക്കെ ഞാൻ തന്നെയാണ് ഇത്. അതെ, പള്ളിയിലത്തെ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത് താലി കെട്ടുമ്പോൾ പ്ലസന്റ് ആയിട്ട് ഒന്നെങ്കിൽ മുട്ടുമ്മലാവും നിൽക്കുക, അല്ലെങ്കിൽ നിന്നിട്ടാവും. രണ്ടാണെങ്കിലും ഇങ്ങനെ നമ്മൾ കൈ കൂപ്പിയിട്ട് ചെറിയൊരു ചിരി മുഖത്തുണ്ടാവും. അതേപോലെ തന്നെ മോതിരം മാറില്ലേ, ആ സമയത്ത് ഈ ബൊക്കെ ആരെങ്കിലും കൊടുക്കണം. പിന്നെ മോതിരം മാറുമ്പോൾ ജസ്റ്റ് ഞങ്ങളൊന്ന് ഫേവർ ചെയ്തോളാം. ഞങ്ങൾ എവിടെയാണ് നിൽക്കണം, മിക്കവാറും ഈ സൈഡിലാണ് നിൽക്കണ്ടാവുക, അതായത് നിങ്ങളുടെ റൈറ്റ് സൈഡിലാണ് നിൽക്കണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേവർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമായി ചിരിച്ചിട്ട്. പള്ളിയിൽ വരുമ്പോൾ ടെൻഷൻ ആവും, അപ്പം നമ്മൾ മനഃപൂർവ്വം ഒന്ന് ചെറിയ മന്ദസ്മിത ഇട്ടോളൂ. ഓക്കെ ഉണ്ടാ. ഇനി ആയേ എനിക്ക് വേണം. ആയേ എവിടെ നോക്കിയാ ഫ്രണ്ടിലേക്ക് ചൂടും കയറണം. നീ മാത്രം അതല്ല, ചെയ്യുമ്പോ മതി. ആക്കി ചെയ്ത് നിന്നോട്ടാ. 1 2 3 ഗോ. പുറത്തേക്ക്, കൈ പുറത്തേക്ക്, കൈ പുറത്തേക്ക്, ഫ്രണ്ടിലേക്ക്, കൈ ഫ്രണ്ടിലേക്ക്, കുറച്ച് ഫ്രണ്ടിലേക്ക്. ആ റെഡി 1 2 3. ഇവിടെ ക്യാമറ നോക്കി ചെയ്തേ. ഫേസ് ടു ഫേസ് നോക്കി ചെയ്തേ. ഓക്കെ ആണ്. അതൊക്കെ അടിപൊളി. മൂടഷായ 85 പോരേട്ടാ, ഹാപ്പി ആയിട്ട് പോരെ. തിരിച്ചിട്ട് ഫേസ് നോക്കിട്ട് പോരെ. ഹാപ്പി. ഓക്കെ റെഡി. ഇതെന്നിട്ട് അതിന്റെ മുകളിലിരിക്കുന്ന ഓക്കെ അല്ലേ? എൻ്റെ നേരെ നടന്നോട്ടാ. റെഡി 1 2 3 നടന്നേ. ഒരു മിനിറ്റ്. പോരെ. ഫേസ് ടു ഫേസ്. ഒക്കെ പടക്കണേ. നമുക്ക് കൊടുത്ത ഫുള്ള് ചെളി കൊണ്ടുപോവാം. ബ്രോ കൈ പിടിച്ചേ. ഇങ്ങോട്ട് തിരിഞ്ഞേ. അങ്ങനെ അല്ല ബ്രോ അങ്ങോട്ട് തിരിച്ചേക്ക്. നീ ഇവിടെ തിരിഞ്ഞു നോക്കി. രസല്ലേന്നോ? കാറാക്കിക്കോ. കാർ എന്നിട്ട് വേണ്ടേ? കാറും കൂടെ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുക്കാം. അത് കളയും, ഞാൻ ഡിലീറ്റ് ചെയ്യാനുള്ള ഫോട്ടോ ഇത് ഫോക്കസിൽ വരട്ടെട്ടാ. ഏഞ്ചലിൻ ഒന്ന് ഫേസ് നോക്കി നിങ്ങള് തിരിച്ചേ. എന്നിട്ട് മുട്ടിച്ചേ. രാവിലെ എടുക്കണ്ടതൊക്കെ വന്നില്ലല്ലോ. എനിക്കെന്ത് പറയാനാടാ, അവര് കല്യാണം കഴിച്ചു സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഞാനും കൂടി ഞാൻ സീക്ക് മുട്ടിച്ച് ഫേസ് അപ്പ് ചെയ്തു. അങ്ങനെ തന്നെ മുക്ക് മുട്ടിച്ചോ. ഞാൻ 2 ഷോട്ട് ഇട്ടോ. തിരിച്ചോ. ഒന്ന് കണ്ണടച്ചോ മോളെ. കണ്ണടച്ചിരിച്ച്. നൈസ്. ഓക്കെ.
അപ്പൊ ഇന്നത്തെ വർക്ക് നമ്മൾ ഏകദേശം ഫിനിഷ് ചെയ്യാണ്. ഇന്നത്തെ വർക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫോട്ടോ ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാപ്ഷെയർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വെച്ചിട്ട് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് അവരുടെ ഫോട്ടോസ് ഫോണിലേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫേസ് രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഫോട്ടോസ് അവരവരുടെ ഫോണുകളിലേക്ക് അവരുടെ ഫോട്ടോ മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി പ്രൈവസി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്നാപ്ഷെയർ. നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള സർവീസുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. സോ അവരും ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാളിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പെൺകുട്ടി മന്ത്രകോടി മാറാൻ പോയി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിൽ പോയി സെറ്റായി നിൽക്കാനായിട്ട് വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി വീട്ടിൽ കയറുന്ന ചടങ്ങ്, അത് കഴിഞ്ഞ് കൈ പിടിച്ചേൽപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ശരിക്കും നല്ല കാൻഡിഡ് മൊമെന്റ്സ് വീഴുക ലാസ്റ്റാണ്. അതായത് സങ്കടവും സന്തോഷവും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള കുറേ ഇമോഷൻസ് ഉള്ള ഒരു സെഗ്മെൻ്റാണ് ഈ ലാസ്റ്റത്തെ വീട്ടിൽ കയറുന്നതും പിന്നെ കൈ പിടിച്ചേൽപ്പിക്കുക, ടാറ്റ പറയുക, പോവുക. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ പോണ സമയത്ത് ഉണ്ടാകുന്ന മൊമെന്റ്സ്. അപ്പോൾ അതാണ് ഇനി അടുത്തത്. അപ്പോൾ നമുക്ക് പോയിട്ട് അതും കൂടി ഫിനിഷ് ചെയ്താൽ നമ്മുടെ ഇന്നത്തെ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷായി. ഓക്കെ, കുറച്ച് കപ്പിളും കൂടി കിട്ടണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് കോസ്റ്റ്യൂം മാറിയ കോസ്റ്റ്യൂമിൽ അത് നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. നമുക്ക് തരം പോലെ തരപ്പെടുത്താം അല്ലേ? ഞാൻ ശരിക്കും വയ്യാണ്ടായിട്ടാ, ടയേർഡായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചാർജായി നിൽക്കും. അതാണ് അതിൻ്റെ കളി. In 200 meters, turn right onto Kapraseri Road. രാവിലെ 3:30 എഴുന്നേറ്റിട്ട് 4 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോന്നാ. ഇപ്പം സമയം 4:45. അതായത് ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞു. 12 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ നമ്മുടെ വർക്ക് തുടങ്ങിയിട്ട്, പണി തുടങ്ങിയിട്ട്. ഇനിയും ഒരു കഷ്ടിച്ചൊരു മണിക്കൂറത്തെ പരിപാടിയും കൂടി ഉണ്ട്. ഒരു 13-14 മണിക്കൂറാണ് ഒരു വെഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത് തടിക്കുമ്പോൾ റെഡിയാവും. പാട്ടി ഓ കണ്ട നീരൊക്കെ കട്ടായി. മോള് വരണേന്റെ സന്തോഷം ആ മുഖത്ത് ഇങ്ങനെ എല്ലാം സെറ്റ് ആവട്ടെ. അത് ശരി, അത് പറ്റില്ല, മാറാനും പറ്റില്ല, അതൊന്നുമില്ല. മോള് വന്നിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാൻ. ശരി, അത് ശരി. ആ കേൾക്കാല്ലേ. ഇനി അവിടുന്ന് വരാണ്ട, അവരൊക്കെ വരട്ടെ, അവര് വീട്ടുകാർ വരട്ടെ. കുളിര് വന്നിട്ട് ബൊക്കെ നിക്കണം. എന്താ ബൊക്കേക്ക് രോമാഞ്ചം. സെബാസ്റ്റ്യൻ, അമ്മ പറയണേ മോള് വന്നിട്ട് വേണം അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാൻ. പാരന്റ്സ് എത്തിയ അമ്മ എവിടെ? മമ്മി ആ വാ, അവിടെ അപ്പുറത്ത് വാ, മോളുടെ കൂടെ. ആ മോള് ഇവിടെയാണല്ലേ? എന്നാ ഇവിടെ വന്നോ, ഡോറ് തുറന്നോളൂ, കയറക്കാം. ആ ഓരോരുത്തരായിട്ട് ഇറങ്ങിയാൽ മതി, നല്ലത്. അവരവിടെ നടക്കണേ. അമ്മ ആർക്കാ ആദ്യം ചെയ്യണേ? മോനല്ലേ? ആ സ്റ്റെപ്പിന്റെ അവിടെ വന്നോട്ടോ. ആ ഞങ്ങൾ പറയുമ്പോ വലത് കാലം വെച്ച് കയറാം കേട്ടോ. കുറച്ചുകൂടെ അടുത്തേക്ക് വന്നേ, സ്റ്റെപ്പിന്റെ അടുത്തോട്ട് വാ. ആ റൈറ്റിലേക്ക് കേട്ടോ, വലത് കാല് ഒരുമിച്ച്. റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ആ ഓക്കെ, ഒരുമിച്ച് കയറിക്കോ, വലത് കാല് വെച്ച് കയറിക്കോ, ഹാപ്പി ആയിട്ട്. ആ പോന്നോട്ടെ, വെച്ചോളൂ, രണ്ടുപേരും കൂടെ വെച്ചു. ഈ അമ്മ ഇപ്പുറത്തേക്ക് വന്നു, മോള് സെൻറ്ററിലോ. ഓക്കെ, ഒന്നുമില്ല, സിമ്പിൾ പരിപാടിയാണ്. മോളെ അമ്മേനെ കൊടുക്കുക, അമ്മ മോനെ കൊടുക്കുക, ഇത്രയുള്ള പരിപാടി. കുറച്ചും കൂടി ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി കാണാം. ചേച്ചിമാർക്കാവാം. മോളെ നന്നായിട്ട് നോക്കിയോളോട്ടെ. ഓക്കെ ഓക്കെ, ഇനി മോളെ മോനെ അത് പഴയ ഔട്ട് ഓഫ് ഫാഷനാ. നീ മോളെ മോന് കൊടുത്തോ. സെബാസ്റ്റ്യൻ വാങ്ങിച്ചോ.
അപ്പച്ചനെ ഷെയ്ക്കാൻ അപ്പച്ച കുറച്ച് ഫ്രണ്ടിൽ വന്നു. മോൾക്കൊരു ഷെയ്ക്കാൻ്റെ കൂടെ ഉമ്മയൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഹഗ്. തന്നെ നൈസ്. സെബാസ്റ്റ്യന് ഷെയ്ക്കാൻ്റെ കൊടുക്കാട്ടോ. സെബാസ്റ്റ്യന് വിഷമമുണ്ടാ? ഓക്കെ. അസു പോവാണോ? ട്രാവലറിലാണോ പോണേ? കമ്പനി വണ്ടിയിൽ പോകും. പണി കഴിഞ്ഞ 2 ബംഗാളി പണിക്കാർ പോകുന്നു. എന്നെ നോക്കി ബ്രോ അവിടെ നോക്കിയോട്ടോ. കൈയൊന്നും ഭംഗിയില്ല ചേ. ഒന്നുകൂടെ അടുത്തോട്ട് ചേർന്നു കേട്ടോ. ഓക്കെ. വാഴക്കേ എൺപത് മുഞ്ചി 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 മുഞ്ചിൽ. അപ്പച്ചന അവിടെ പ്രോട്ടോക്കോള് തെറ്റിക്കണ്ട. പ്രോട്ടോക്കോള് എല്ലാരും കൂടെ ഏഞ്ചലിനെ നോക്കി ചിരിച്ചേ. നമ്മുടെ ഇന്നത്തെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പൊ സമയം വന്നിട്ട് 6 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. നമ്മൾ രാവിലെ 4 മണി തൊട്ട് തുടങ്ങിയ പരിപാടി ഇപ്പോൾ അവസാനിക്കും. അപ്പോൾ ഇന്നത്തെ വർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അടിപൊളിയായിരുന്നു. ഹാപ്പി ആയിരുന്നു. ക്ലയൻറ്റ് ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. സോ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല റോഡ് അല്ലേ? ഒരു സെക്കൻഡ്, റോട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കല്യാണ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ യു ടേക്ക് കെയർ. ബൈ. പെടച്ചു വിടറാ. കിരൺ ബിഹൈൻഡ് ദ സീനിലാളാ. നിങ്ങൾ കണ്ട ഇന്നത്തെ വീഡിയോ മുഴുവൻ എടുത്തത് ഇങ്ങേരാ. അതെ അതെ. ആൾ മുട്ടാൾ. ഹായ്, എൻ്റെ പേര് സെബാസ്റ്റ്യൻ, ഇത് ആഞ്ചലിൻ. സോ ഞങ്ങൾ ഒരു 8 മാസത്തോളമായി ഞങ്ങൾ ഈ ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് ഞങ്ങൾ വെഡ്ഡിങ് വളരെ മനോഹരമായി ഇപ്പോൾ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ വെഡ്ഡിങ്ങിൻ്റെ പ്ലാനിങ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തതാണ് ക്യാൻഡി ക്യാം വെഡ്ഡിങ്ങിനെ. ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളുടെ ഐഡിയ ഇവരായിട്ട് ഷെയർ ചെയ്തപ്പോൾ വളരെയധികം ഇൻപുട്ടുകൾ അവരുടെ സൈഡിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുകയും ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു. പ്രീ വെഡ്ഡിങ് തുടങ്ങി ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഈ വെഡ്ഡിങ്ങിൻ്റെ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായി. ഞങ്ങളുടെ എല്ലാ ഐഡിയയും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ വളരെ മനോഹരമായിട്ട് കവർ ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ഐഡിയ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇരട്ടി ഐഡിയ ഞങ്ങൾക്ക് തിരിച്ച് പറഞ്ഞു തന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളുടെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായി ക്യാൻഡി ക്യാം വെഡ്ഡിങ്. സോ വെരി താങ്ക്സ് ടു അതെ ഈ ടീമിലെ ഓരോരുത്തരെയും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ജോമോൻ ചേട്ടനായാലും എല്ലാവരായാലും വളരെയധികം കമ്പനിയാണ് ഞങ്ങളെ കംഫർട്ടബിൾ ആക്കി. ഞങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ വെഡ്ഡിങ്ങിന്റെ സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് കംഫർട്ടബിൾ ആക്കിയില്ലെങ്കിൽ വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും. അതെ, ഈസി ആയിരുന്നു ഈ പ്രോസസ്സ്. അതുകൊണ്ട് വളരെയധികം താങ്ക്സ് പറയുകയാണ്. സോ ക്യാൻഡി ക്യാം വെഡ്ഡിങ്. താങ്ക് യു.